മൂന്നാമത് മഹാനായ ദാവൂദ് നബി ചോദിക്കുകയാ, വലിസാനൻ ദാകിറാ, നീ എനിക്ക് തന്ന നാവ് അല്ലാഹുവേ ചീത്ത പറയാനുള്ളതല്ല, നീ എനിക്ക് തന്ന നാവ് ആരെയും പരിഹസിക്കാനുള്ളതല്ല റബ്ബേ, നീ എനിക്ക് തന്ന നാവ് ഗീബത്ത് നമീമത്ത് യശ്നി ദൂഷണി പരദൂഷണം പറയാനുള്ളതല്ല അല്ലാഹുവേ, സദാസമയവും നിന്നെ സ്മരിക്കാനുള്ള നാവ് നീ എനിക്ക് നൽകണേ അല്ലാഹ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുറുല്ലാഹ് ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സദാസമയവും നിന്റെ നാവ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണേ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണേ. നടന്നാലും കിടന്നാലും യാത്ര ചെയ്താലും നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴും നിങ്ങൾ അടുക്കള പണി ചെയ്യുമ്പോഴും സഹോദരിമാരെ നിങ്ങളുടെ നാവ് നനയട്ടെ, നിങ്ങളുടെ നാവ് നനയട്ടെ, ദിക്റുകൾ കൊണ്ട് നനയട്ടെ, ദിക്റുകൾ കൊണ്ട് നാവ് നനയട്ടെ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാവിലൂടെ നിനക്ക് സ്വർഗ്ഗം അല്ലാഹു എഴുതി തരും. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി ദുആ ചെയ്തു, അല്ലാഹ് എന്റെ നാവിനെ നീ ദിക്ർ ചെയ്യുന്ന നാവാക്കണേ അല്ലാഹ്. ദിക്ർ ചെയ്യുന്ന നാവ് എപ്പോഴും ദിക്ർ ഉണ്ടായിരിക്കും, എപ്പോഴതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ദിക്റിനെക്കാളും കൂടുതൽ ദുനിയാവിന്റെ ദിക്റുകൾ അവരാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ, ഏഷണി, ദൂഷണം, ആരെക്കുറിച്ച് ഗീബത്ത് പറയുക, ആരെക്കുറിച്ച് അപമാനിക്കുക, അപരാധം പറയുക, ആവശ്യമില്ലാത്തതൊക്കെ പറയുക, ആരോപണങ്ങൾ നടത്തുക, ഇതിനു വേണ്ടിയാണ് നമ്മുടെ നാവ്, ഇതിനു വേണ്ടി നമ്മുടെ നാവ് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم. പാപങ്ങൾ പൊറുക്കപ്പെടണോ, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം വേണമോ, നിങ്ങളുടെ നമസ്കാരങ്ങൾ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കണമേ. എത്രത്തോളം നമസ്കരിക്കുന്ന വ്യക്തിയാണ്, നോമ്പെടുക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് ഇബാദത്തുള്ള വ്യക്തിയാണ്, പക്ഷേ നാവ് മോശമാണ്, നാവ് മോശമാ, നാവിലൂടെ പരിഹാസമാണ്, പരദൂഷണമാണ്, തെറിയാണ്, തെറി അഭിഷേകമാണ്, അനാവശ്യമായ സംസാരങ്ങളിലൂടെ ജനങ്ങളെ വിളിക്കുകയാണ്. പാവപ്പെട്ട ആണിന്റെയും പെണ്ണിന്റെയും രഹസ്യങ്ങൾ ഊച്ചൂഴ്ന്നെടുത്ത് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇങ്ങനെയുള്ള നാവുകളെ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നന്നാക്കുമെന്ന് അല്ലാഹു പറഞ്ഞുവെങ്കിൽ ഈ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്ന നാവുകളുടെ അമലുകളെ അല്ലാഹു ശരിയാക്കുകയില്ല, അവരുടെ പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതാ പറഞ്ഞത്, സ്വർഗം വേണമോ, ഇബാദത്ത് എടുത്താൽ മാത്രം പോരാ, നാവ് ശരിയാവണേ സ്വർഗം ലഭിക്കാൻ. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരികയാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം നൽകുമോ നബിയേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തന്റെ നാവിനെ പിടിച്ചിട്ട് പറയുകയാ, കുഫ്ഫ അൻക ഹാദാ, ചെറുപ്പക്കാരാ, നിന്റെ ഈ നാവിനെ നീ സൂക്ഷിച്ചാൽ നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം. നേരെ കണ്ണുകളുടെ സ്വർഗത്തിൽ എല്ലാ ഇബാദത്തോടും നിസ്കരിക്കും. നാവിന്ന് വരുന്നത് 2017-18 മോഡൽ ചെറുതെറി ചീത്ത. എവിടെ സ്വർഗം? പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് ഇറങ്ങും. ജുമാ നിസ്കരിച്ച് അല്ലാഹു അക്ബർ കയ്യകടി ഇന്നി വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വല്ലർള ഹനീഫ മുസ്ലിം വനൻ ഇന്ന സ്വലാത്തി വനുസുകി മഹ്യ വമാതി ഇല്ലാ റബ്ബില. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത്, ഹജ്ജ്, എന്റെ ഫാത്തിഹ, എന്റെ സൂറത്ത്, എന്റെ ദുആ എല്ലാം നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹ് ഇല്ലാ റബ്ബിൽ ആലമീൻ. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് കമ്മറ്റിക്കാരെ തെറി അഹ്മുക ബത്താല അദാസിന്റെ അധികം അയൽവക്കക്കാരന്റെ ചീത്ത, ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ തെറി, എന്റെ ചീത്ത, എന്റെ അനാവശ്യങ്ങൾ, എന്റെ വാക്കുകൾ ലില്ലാഹി റബ്ബിൽ എല്ലാം നിനക്ക് അല്ലാഹ്. തീർന്നില്ലേ? അള്ളാഹുടെ അവിടെ പറഞ്ഞത് എന്ത് വാക്ക്? ഇവിടെ പള്ളിയുടെ പുറത്തു വന്നപ്പോ എന്താ വാക്ക്? ഇയാൾ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിന്, പള്ളിക്കകത്ത് നിന്നവരെന്താ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിന്. ഇയാൾക്ക് ഇവിടെ പോകാൻ സ്വർഗത്തിന്. അള്ളാഹ് കൊടുക്കുവോ? അതുകൊണ്ട് അള്ളാഹ് പ്രത്യേകം പറയും, നിസ്കാര വിഭാഗത്ത് മാത്രമല്ല, സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ഓരത്തിരിക്കുമ്പോ ഒരു മോശമായ ദുഷിച്ച കാറ്റടിച്ച് വീശുകയാണ്. ഹബ്ബത്ത് റീഹുൽ മുൻതിന,
ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു മോശമായ ദുർനാറ്റം, ദുഷിച്ച കാറ്റ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മാ ഹാദിഹി റീഹ, ഈ ദുർനാറ്റം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലു അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റാർക്കും അറിയില്ല നബിയേ. ബഹുമാനപ്പെട്ട സഹാബാക്കൾ മറുപടി പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നൽ മുനാഫിഖീന കാനൂ യഗ്താബുൽ മുസ്ലിമീൻ വലിഹാദാ ഹാജത് റീഹുൽ മുന്ദിനാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പച്ച മാംസം തിന്നുകയാണ് സഹാബ. അതിന്റെ ദുഷിച്ച നാറ്റമാണ് നിങ്ങൾ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദുഷിച്ച നാറ്റം. ഒരാളെ കുറിച്ചുള്ള മോശമായ വാക്ക്, നാറ്റം, അത് നാറ്റാണത്, നാറ്റമാണത്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ അമലുകൾ നന്നാവുകയുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്ലെടുത്ത് വായിലിടുമായിരുന്നു, അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഇബാദത്തിൽ എന്ത് കാര്യം? ഇബാദത്തിൽ എന്ത് കാര്യം? ചെറിയൊരു വാക്കുമതി സ്വർഗം നഷ്ടപ്പെട്ടു പോകാൻ, ചെറിയൊരു വാക്കുമതി. അതുകൊണ്ട് ദാവൂദ് നബി ദുആ ചെയ്തു, ഖൽബൻ വലിസാനൻ ദാകിറാ, നിനക്ക് ദിക്ർ ചെയ്യുന്ന നാവ് എനിക്ക് നീ നൽകണേ അല്ലാഹ്.